ഇന്ന് നമ്മൾ പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയും അതുപോലെ തന്നെ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു റൈസുമാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ലഞ്ച് മെനു റെഡിയാക്കാം. അത്ര എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ആദ്യം തന്നെ ഞാനിവിടെ ബസ്മതി റൈസ് സാധാരണ എടുക്കുന്ന പോലെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടതിന് ശേഷം 10 മിനിറ്റിന് ശേഷം വാർത്ത് വയ്ക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്കിവിടെ കുറച്ച് ചെറിയ സവാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പകരം വലിയ സവാള ആണെങ്കിലും ഒരു 6 കഷ്ണമായിട്ട് നീളത്തിൽ ഇതുപോലെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. ചിക്കനും മട്ടനും ഒന്നും വേണ്ട, ഇതായിട്ട് തന്നെ നല്ല രുചിയായിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 തക്കാളി അരച്ചെടുക്കണേ. ഇനി ഇതാ ഒരു 10-20 അല്ലിയോളം വെളുത്തുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഇതാണ് വേണ്ടത് കേട്ടോ. ഇനി മല്ലിയിലയാണ് നമുക്ക് വേണ്ടത്. ഇത്രയാണ് വേണ്ടുള്ളൂ. ഞാനിവിടെ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഒരു 3/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഇതുപോലെ വാർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനെ 3/4 ഭാഗം വേഗമല്ല, മുഴുവനായിട്ടും വേവിച്ചെടുക്കണം. നമ്മളിത് ദമ്മിലിടുന്നൊന്നുമില്ല കേട്ടോ, വളരെ ഈസിയാണ്. ഇതിന് കുക്കറിൻ്റെ മൂടി ഒന്ന് ചെരിച്ചിതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതായി വരട്ടെ. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുത്ത് ഇതൊന്ന് പ്യൂരിയാക്കി എടുക്കാം. തക്കാളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഇങ്ങനെ കളറ് മാറാതെ തന്നെ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഏതാണ്ട് ഒരു 1/2 കിലോനോളം സവാള തന്നെ ഉണ്ട്. ഇനി 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായി കുക്കായി വരുമ്പോൾ ഇതിൽ നിന്നിങ്ങനെ വിട്ട് വരും. നമ്മൾ ഒരു ചെറിയ സവാള 4ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 6 കഷ്ണമായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ റൈസിൻ്റെ വേഗം ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. ഞാൻ സ്റ്റവിൽ ഒരേ സമയം തന്നെയാണ് ഒരു സ്റ്റവിൽ റൈസും ഒരു സ്റ്റവിൽ ഗ്രേവിയും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഇതാ ഒരു വിധമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അല്ലിയായിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഉടക്കിയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ്, ചെറിയ ജീരകപ്പൊടി, അതാണ് കേട്ടോ, പൊടിച്ചെടുത്തതാണ്. 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയമൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. നമ്മൾ ഈ മുളക് പൊടിയുടെ കളർ ഒട്ടും തന്നെ മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും കളറ്. അതില്ലെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പോളം തൈരാണ്. അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് കേട്ടോ. ഇത് നമ്മൾ കറിക്ക് നല്ല രുചിയും പിന്നെ കറി നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. തൈരായതുകൊണ്ട് പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് തിള വരുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തൈര് പിരിഞ്ഞു പോയില്ല കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തക്കാളി അരച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. തക്കാളി എപ്പോഴും ഒരു പച്ചമണമാണ്. അപ്പോൾ ഈ മസാലയിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയുടെ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് നോക്കാം. നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നീളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, അരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 പിടിയോളം മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒരു പിടിയോളം മല്ലിയില ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 സ്പൂണോളം കസൂരി മേത്തി ഉലുവയിലയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്കായിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ല ഭംഗിയാണ് ഈ കറി കാണാൻ കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവിയുള്ളൊരു ചിക്കൻ കറിയും അതുപോലെ പനീർ കറിയൊക്കെ കാണില്ലേ, അതുപോലെയാണ് ഇരിക്കട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഈ കസൂരി മെത്തിയുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കനും മട്ടനും പച്ചക്കറികളൊന്നുമില്ലാതെ വെറും സവാള വെച്ച് നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഗ്രേവിയുള്ള കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. റൈസ് നല്ലോണം വെന്തായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇതിനെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഈ ഒരു രീതിയിലാണ് വാർത്തെടുക്കുന്നത്. അപ്പോൾ ഇനി അതേ കുക്കർ തന്നെ വീണ്ടും സ്റ്റൗവിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒരു 3 ഏലക്ക ചതച്ചതും 1 സ്പൂണോളം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒരു 3 ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും അത് ഓരോ പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഇതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കഷ്യൂനട്ടൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരണം. ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. ഇത്രേ പണിയുള്ളൂ. ഇനി നമ്മൾക്ക് വാർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ബസ്മതി റൈസ് എത്രയൊക്കെ വെന്ത് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഉടഞ്ഞ് പോകുമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉപ്പ് ചേർത്ത് വേവിച്ചതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ഉപ്പിടുകയൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ വലിയ കടായൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണം. ഒത്തിരി ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ആ നീളത്തിൽ കെടുക്കാതെ തന്നെ അതിങ്ങനെ ഉടഞ്ഞ് വരും. അപ്പോൾ വളരെ ചെറുതായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുള്ളൂ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. ബാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ വെറൈറ്റി സിമ്പിളായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സിമ്പിൾ മെനു ആണ്. പച്ചക്കറിയും ഇതുപോലെ തന്നെ നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന മെനു ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കിതിനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡിൽ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അച്ചാറോ അല്ലെങ്കിൽ റൈത്തയോ ഒന്നുമില്ലാതെ നമ്മൾക്ക് വെറും ഈ ഒരു ഗ്രേവിയും ഈ റൈസും മാത്രം മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.